ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്ന ഒരു പച്ചക്കറിത്തോട്ടം പരിചയപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, നമ്മുടെ ചീര കൃഷി ഇങ്ങനെ പാവി കിളിപ്പിച്ചു നന്നായിട്ടത് വളർന്ന് നിൽക്കുന്ന ഒരു ഭംഗി കാണിക്കുവാണ്. നമുക്കെല്ലാം പച്ചക്കറി ഇഷ്ടമാണ്. നമ്മളെല്ലാം പൈസ കൊടുത്താണ് പച്ചക്കറി വാങ്ങിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാരകമായിട്ടുള്ള വിഷം തളിച്ച പച്ചക്കറിയാണെന്നുള്ള സത്യം നമ്മൾ അറിയാതെയാണെങ്കിലും മറന്നു പോകുന്നുണ്ട്. കാരണം നമുക്കാർക്കും ഇതിങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ ഒക്കുന്നില്ല എന്നൊരു തോന്നലോ അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ മടിക്കുന്നത്. കുറച്ച് പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിലും ഇതുപോലെയൊക്കെയുള്ള പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. കീടനാശിനി ഒന്നും തന്നെ തളിക്കാതെ ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ ഒക്കും. കുറച്ച് അധ്വാനം പിന്നിലുണ്ട്. നല്ലൊരു മനസ്സ് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അടുക്കോടെയും ചിട്ടയോടെയും ചെയ്ത് നല്ല ഭംഗി ചെയ്തേക്കുന്ന ഒരു തോട്ടമാണിത്. അതിൻ്റെ പിന്നിലുള്ള എഫർട്ട് ചെയ്യുന്നവർക്കാണ് അറിയാവുന്നത്. പിന്നെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ വിഷമയമില്ലാത്ത പച്ചക്കറി നമുക്ക് ആഹാരപദാർത്ഥത്തിൽ ഉപയോഗിക്കാൻ നോക്കും. ഇത് വഴുതനങ്ങയാണ്, കാബേജുണ്ട്, പയറുണ്ട്, തക്കാളിയുണ്ട്, പലതരം വഴുതനങ്ങയുണ്ട്, പച്ചയും നീലയും ഒക്കെ ഉണ്ട്. പയറും അതുപോലെ വെള്ളപ്പയറുണ്ട്, വയലറ്റ് പയറുണ്ട്, ഇത് പച്ചമുളക്, അതിൻ്റെ ഇടയിൽ വാഴയുണ്ട്. കാബേജൊക്കെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വിളയുന്നുണ്ട്. അതുപോലെ കുക്കുംബർ, ഇത് സലാഡ് കുക്കുംബറാണ്, 2 ഇനം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കോവലിൻ്റെ നല്ലൊരു പന്തലുണ്ട്. കോവയ്ക്ക യഥേഷ്ടം കിട്ടുന്നു. 1-2-3 ദിവസം കൂടി ഇരുന്ന് നമുക്ക് കോവയ്ക്ക പറിച്ചാൽ നല്ലൊരു ആദായം തന്നെയാണ്. അധ്വാനിച്ച് കിട്ടുന്ന പച്ചക്കറിക്ക് സ്വാദ് കൂടും. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച ഈശൻ എന്ന് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ലൈനൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കൈകൾ മാത്രം പോലെ നല്ലൊരു മനസ്സും ഉണ്ടെങ്കിലേ നമുക്കിതുപോലെ കായ്കളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സ്ഥലമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഗ്രോ ബാഗിലോ പിന്നെ ഡസ്റ്റ്ബിന്നൊക്കെ വേസ്റ്റായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് ഇങ്ങനെ മണ്ണ് നിറച്ച്, മണ്ണ് പോലും അധികം വേണ്ട, കരിയിലയും വളവും മതി, നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇതൊരു എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ ഈ വീഡിയോ. ഇവിടെ തന്നെ 2 ഇനം ചീരയുണ്ട്. ആദ്യം കണ്ട ചീരയല്ല, ഇത് വേറൊരു ഇനമാണ്. ഇത് നല്ല ചുവപ്പ് കളറാണ്. അപ്പോൾ ഈ ചീരയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.